ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടർ നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസും N വിജയകുമാറും നൽകിയ മൊഴി SIT പൂർണ്ണ വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതേസമയം A പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട് എന്ന് SIT സംശയിക്കുന്നു. ഇത് വ്യക്തമാക്കുന്ന രേഖകൾ പത്മകുമാറിന്റെ വീട്ടിലെ റെയ്ഡിൽ പിടിച്ചെടുത്തു എന്നാണ് വിവരം. A പത്മകുമാറിൽ മാത്രം അന്വേഷണം ഒതുങ്ങില്ലെന്നാണ് SIT നൽകുന്ന സൂചന. ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള KP ശങ്കരദാസും N വിജയകുമാറും SIT നിരീക്ഷണത്തിലാണ്. എല്ലാം A പത്മകുമാർ മാത്രം തീരുമാനിച്ചതെന്നായിരുന്നു ഇരുവരുടെയും മൊഴി. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഏൽപ്പിക്കുന്നതിൽ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമെടുത്തില്ലെന്നും എന്നാൽ പിന്നീട് ദേവസ്വം മിനിറ്റ്സിൽ കൃത്രിമമായ തീരുമാനമായി വന്നുവെന്നും ഇവർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇരുവരെയും തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയപ്പെടുത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ആറന്മുളയിലെ A പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് സാമ്പത്തിക രേഖകളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ടെന്നാണ് SITയുടെ സംശയം. ഇത് തെളിയിക്കുന്ന റിയൽ എസ്റ്റേറ്റ് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇരുവരും ചേർന്ന് പത്തനംതിട്ടയിൽ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും വാങ്ങി. അസ്വാഭാവികമായ സാമ്പത്തിക നേട്ടം പത്മകുമാറിന് ലഭിച്ചെന്നും SIT വിലയിരുത്തുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് A പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിത്യസന്ദർശകനായിരുന്നുവെന്നും ചില അവസരങ്ങളിൽ പത്മകുമാറിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്നും SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സമയപരിധി നീട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോം പൂരിപ്പിച്ച് നൽകുന്ന എല്ലാവരെയും കരട് വോട്ടർ പട്ടികയിൽ കൊണ്ടുവരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകൾക്കും അവസരമുണ്ടാകുമെന്നും SIR വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിനു ശേഷം രത്തൻ യു കേൽക്കർ പറഞ്ഞു. SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിർത്തിവെക്കണമെന്ന് BJP ഒഴികെയുള്ള പാർട്ടികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് 1,64,427 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ, കുറവ് വയനാട്ടിലും. 1,08,580 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ലഭ്യമായ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർമാർ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ചയാണ് പത്രികകൾ പിൻവലിക്കേണ്ട അവസാന ദിവസം. തിങ്കളാഴ്ചയ്ക്ക് ശേഷമാകും അന്തിമ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുക. റിട്ടേണിംഗ് ഓഫീസർമാരുടെ കാര്യാലയത്തിലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നഗരസഭ എന്നിവിടങ്ങളിലും മത്സരാർത്ഥികളുടെ പേര് പ്രസിദ്ധീകരിക്കും. അതേസമയം തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം അവസാനിക്കുമ്പോഴും മുന്നണികൾ വിമത സ്ഥാനാർത്ഥികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവസാനഘട്ട ചർച്ച നടത്തി 24-ന് മുമ്പ് ഇവരുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുവാനുള്ള തിരക്കിലാണ് നേതാക്കൾ. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നതിനിടെ മുന്നണികൾക്ക് നെഞ്ചിടിപ്പേറ്റി വിമത ശല്യം. കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ UDF വിമതനായി മത്സരിക്കുന്നു. കട്ടപ്പന നഗരസഭയിൽ 12 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം തീരുമാനിച്ചു. പത്തനംതിട്ട കവിയൂർ പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതോടെ UDF സ്ഥാനാർത്ഥിക്ക് പത്രിക നൽകാനായില്ല. കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് അയർക്കുന്നം ഡിവിഷൻ അംഗം റെജി M ഫിലിപ്പോസാണ് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മണർക്കാട് ഡിവിഷനിൽ UDF വിമതനായി മത്സരിക്കുന്നത്. ചാണ്ടിയുമ്മൻ MLAയോടുള്ള എതിർപ്പിനെ തുടർന്നാണ് വിമതനായതെന്ന് റെജി M ഫിലിപ്പോസ്. ചാണ്ടിയുമ്മൻ MLAയുടെ ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി മാത്രമാണ് മത്സരിക്കുന്നത്. ഏകാധിപത്യപരമായി വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്നതിനും സ്വജനപക്ഷപാതമൊക്കെ ആയിരിക്കാം അതിൻ്റെ പിന്നിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിലെ തമ്മിലിടിയെ തുടർന്ന് ഒരു വിഭാഗം 12 സ്ഥാനാർത്ഥികളെ വിമതരായി മത്സരിപ്പിക്കും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച നടന്നില്ലെന്ന് KPCC സെക്രട്ടറി തോമസ് രാജൻ 24-നോട്. KPCC സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വാർഡ് തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും കൃത്യമായ മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. പക്ഷേ കട്ടപ്പനയിൽ അങ്ങനെയുള്ള ഒരു ഫോറത്തിലും ഒരു ചർച്ചയും ഈ സമയം വരെ നടന്നിട്ടില്ല. പത്തനംതിട്ട കവിയൂർ പഞ്ചായത്ത് 12-ാം വാർഡിൽ പോസ്റ്ററടിച്ച് പ്രചാരണം തുടങ്ങിയ UDF സ്ഥാനാർത്ഥിക്ക് പത്രിക നൽകാനായില്ല. നേതാക്കൾ പൂരിപ്പിച്ച് നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിനെ തുടർന്നാണ് പത്രിക പിൻവലിക്കേണ്ടി വന്നത്.
BJPയെ സഹായിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ സ്വന്തം സ്ഥാനാർത്ഥിയുടെ കാലുവാരിയെന്നാണ് ആക്ഷേപം. പെർമിറ്റ് വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പുമായി ഏറ്റുമുട്ടിയ റോബിൻ ബസുടമയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. കോട്ടയം മേലുകാവ് പഞ്ചായത്ത് 8-ാം വാർഡിൽ സ്വതന്ത്രനായാണ് റോബിൻ ഗിരീഷ് മത്സരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള നീക്കുപോക്കിൽ മുസ്ലിം ലീഗിന് മുന്നറിയിപ്പുമായി സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ട് വേണ്ടെന്നും സമസ്ത ഇവരെ അകറ്റി നിർത്തിയിട്ടുണ്ട് എന്നും ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി മുസ്ലിം ലീഗ് പരസ്യപ്രഖ്യാപനം നടത്തി തന്നെ പ്രാദേശിക നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വിവിധയിടങ്ങളിൽ UDF വെൽഫെയർ പാർട്ടിക്ക് സീറ്റുകൾ നൽകുകയും തിരിച്ച് സഹകരിക്കുന്നുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഉമർ ഫൈസി മുസ്ലിം ലീഗിന് മുന്നറിയിപ്പ് നൽകുന്നത്. ആരാണോ കൂട്ടുന്നത് വെച്ചാൽ അവരെയും സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവരോട് അകലം പാലിക്കണം. സമസ്ത നിർത്തിയെടുത്ത് നിർത്താൻ നമ്മൾ പഠിക്കണം. അതിൻ്റെ അപ്പുറം അവരുമായിട്ടൊരു കൂട്ടുകെട്ടോ ഓരോരോ സൗഹൃദമോ വേണ്ടതില്ല. സമസ്ത ജമാഅത്തെ ഇസ്ലാമിയെ നേരത്തെ തന്നെ അകറ്റി നിർത്തിയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിനോട് സഹകരിക്കരുത് എന്ന് ഉമർ ഫൈസി പറയുന്നത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ കൂട്ടുകൂടാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറയുന്നു. രാമനാട്ടുകരയിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളെ വേദിയിലിരുത്തിയായിരുന്നു ഉമർ ഫൈസിയുടെ വിമർശനം. വെൽഫെയർ UDF ബന്ധത്തിൽ നേരത്തെ കാന്തപുരം വിഭാഗവും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. സമീർ ബിൻ കരീം, 24, തിരൂർ. ശബരിമല വാർത്തകൾ ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ-പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. കോ-സ്പോൺസർഡ് ബൈ BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ഓരോ ദിവസത്തെയും തീർത്ഥാടകരുടെ എണ്ണം അനുസരിച്ചായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തുക. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. AV ജയശങ്കർ പമ്പയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ അവലോകന യോഗത്തിലുണ്ടായി? അതായത് വിജയകുമാർ അല്പസമയം മുമ്പാണ് പമ്പയിൽ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം പൂർത്തിയായത്. ഈ അവലോകന യോഗത്തിൽ ഏറ്റവും പ്രധാന തീരുമാനം അത് തിരക്കുള്ള ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ നിയന്ത്രിക്കുക, ആ നിയന്ത്രണത്തിന് വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുക എന്നതാണ്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോഴെന്തായാലും സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കാൻ, ക്രമീകരിക്കാൻ പുതിയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ, ഒപ്പം തന്നെ ഈ പോലീസ് ചീഫ് കോർഡിനേറ്റർ എന്നിവർ ഈ കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും. ഇവർ അന്നാന്ന് ദിവസത്തെ തിരക്ക് പരിഗണിച്ച് ആ തിരക്ക് അവലോകനം നടത്തിയതിനു ശേഷം എത്ര സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഇവർ നിശ്ചയിക്കുന്ന അത്ര ആളുകൾക്കായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. ആ എണ്ണം നിയന്ത്രിക്കാൻ ഈ സമിതിയിലൂടെ സാധിക്കും. ഈ സമിതിയുടെ ഇടപെടലിലൂടെ ഓരോ സമയത്തും ഈ എണ്ണം കുറയ്ക്കാനും കൂട്ടാനും ഈ സന്നിധാനത്തിൽ ഉൾപ്പെടെ തിരക്ക് നിയന്ത്രിക്കാനും സാധിക്കും. എന്തായാലും ഈ തിരക്ക് നിയന്ത്രണം തന്നെയാണ് ഈ യോഗത്തിന്റെ ഒരു പ്രധാന അജണ്ടയായത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സന്നിധാനത്തെ തിരക്ക് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഈ ഭയാനകമായ സാഹചര്യം എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ ഇതിനെ വിശേഷിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് യോഗം എന്തായാലും പ്രധാന അജണ്ടയായി തിരക്ക് നിയന്ത്രണം എടുത്തത്. ഒപ്പം തന്നെ ഈ ശുചീകരണ ജോലികൾ ഉൾപ്പെടെ വിവിധ മേഖലയിൽ ജോലി ചെയ്തതിന് 400ഓളം കരാർ തൊഴിലാളികളെ നിയമിക്കാൻ ധാരണയായിട്ടുണ്ട്. ഈ തൊഴിലാളികളുടെ അഭാവം ഈ ക്രമീകരണങ്ങളെ വലിയ തോതിൽ ബാധിച്ചു എന്ന് യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഏകദേശം 400 പേരെ ശുചീകരണം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നിയമിക്കും. ഒപ്പം തന്നെ മറ്റ് മരാമത്ത് ജോലികളൊക്കെ തന്നെ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ യോഗ തീരുമാനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഇടവേളകളിൽ അവലോകനം നടത്തും. ഓരോ ദിവസത്തെയും തീർത്ഥാടകരുടെ എണ്ണം അനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിക്കാനാണ് ഇന്ന് പമ്പയിൽ ചേർന്ന ഈ ഉന്നതതല യോഗത്തിൽ തീരുമാനം. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. വിശദാംശങ്ങളാണ് AV ജയശങ്കർ നൽകിയത്. കൊച്ചിയിൽ ലിവിംഗ് ടുഗദർ ആയിരുന്ന യുവതിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ യുവമോർച്ച നേതാവിനെ BJPയിൽ നിന്ന് പുറത്താക്കി. യുവമോർച്ച നേതാവ് ഗോപു പരമശിവത്തിനെതിരെയാണ് നടപടി. അതിനിടെ ഗോപു പരമശിവം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി BJP ഓഫീസിലെ മുൻ ജീവനക്കാരിയും രംഗത്തെത്തി. ഇന്നലെയാണ് യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവത്തിനെതിരെ യുവതി പരാതി നൽകിയത്. തുടർന്ന് മരട് പോലീസ് ഗോപു പരമശിവത്തെ അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ്. പിന്നാലെയാണ് ഗോപുവിനെതിരെ BJP നടപടിയെടുത്തത്. ഇന്നലെ രാത്രി യുവമോർച്ചയിൽ നിന്നും ഇന്ന് രാവിലെ BJP അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. BJP സംസ്ഥാന പ്രസിഡന്റാണ് നടപടിയെടുത്തത്.
ഇതിനിടെ ഗോപുവിനെതിരെ കൂടുതൽ പരാതികളും പുറത്തുവന്നു. കബളിപ്പിച്ച് പണം തട്ടിയെടുത്തു എന്നാണ് BJP കോൾ സെന്റർ മുൻ ജീവനക്കാരിയുടെ പരാതി. BJP ഓഫീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും യുവതി പറയുന്നു. പരാതി നൽകിയതിന് പിന്നാലെ തന്റെ ജോലി പോയെന്നും യുവതി ആരോപിച്ചു. ഗോപു പരമശിവം ഞങ്ങളുടെ ഒരു പേഴ്സണൽ കേസ് കോടതിയിൽ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വക്കീലിനെ ഏർപ്പാട് ചെയ്ത് തന്നിട്ട് അതിൽ വക്കീൽ ഫീസാണെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഒരു 9,000 രൂപയോളം മേടിച്ചിട്ടുണ്ട്. ഇവനെതിരെ ഞാൻ ഈ കംപ്ലൈന്റ് പറഞ്ഞതുകൊണ്ട് എന്റെ ജോലിയും കളഞ്ഞു. ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് എന്നെ ജോലിയെന്ന് പറഞ്ഞു വിട്ടത്. പലതവണയായി തന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരികെ ചോദിച്ചപ്പോൾ മോശമായി സംസാരിച്ചെന്നും മുൻ ജീവനക്കാരി പറഞ്ഞു. വിഷയത്തിൽ ഗോപു പരമശിവത്തിനെതിരെ മരട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. മുൻ MLA-യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടത്തിയ ED റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് സൂചന. അൻവറിനെ കൊച്ചി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. പരിശോധന KFC വായ്പയുമായി ബന്ധപ്പെട്ടെന്നും ED അന്വേഷണമില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടോ എന്നുമായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. ഇന്നലെ PV അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലുമായി നടന്ന 15 മണിക്കൂർ നീണ്ട പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ED കണ്ടെത്തിയെന്നാണ് സൂചന. കേസിൽ PV അൻവറിനെ കൊച്ചിയിലെ ED ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. തുടരന്വേഷണത്തിന്റെ ഭാഗമായി വിളിപ്പിക്കുമെന്നും രേഖകളുമായി ഹാജരാകണമെന്നും അന്വേഷണ സംഘം PV അൻവറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടല്ല ED പരിശോധനയെന്നും KFC വായ്പയുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയതെന്നും PV അൻവർ. യഥാർത്ഥത്തിൽ ഇത് KFC-യുമായി ബന്ധപ്പെട്ട് 2015 ഞാൻ MLA ആകുന്നതിന് മുമ്പ് എടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മൾ കൊടുത്തത് റിജക്റ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ഓഫർ ചോദിച്ചിട്ട് അതിനുള്ള ഒരു റിപ്ലൈ പോലും നമുക്ക് തരാതെ അറ്റാച്ച്മെൻറ്റ് നോട്ടീസിലേക്കാണ് പോയത്. അത് തീർത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിലുണ്ടാവും എന്നുള്ളത് ആർക്കും നോക്കിയാലും മനസ്സിലാവുമല്ലോ. അൻവറിന്റെ ഡ്രൈവർ സിയാദ് അമ്പായത്തങ്ങലിന് മലാങ്കുളം കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഹരി ഉടമ എന്ന പേരിൽ 7.5 കോടിയുടെ വായ്പയും ഇതേ ഈടുവെച്ച് PVR ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പേരിൽ PV അൻവറിന് 2 വായ്പകളിലായി 5 കോടിയും വായ്പ അനുവദിച്ചുവെന്നാണ് പരാതി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. 24 മലപ്പുറം. മദ്യലഹരിയിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് കാർ ഓടിച്ചു കയറ്റി. കാറിലുണ്ടായിരുന്ന ചെമ്പൂക്കാവ് തൃപ്പൂണിത്തുറ സ്വദേശികളായ പുരുഷന്മാരെയും സ്ത്രീയെയും കസ്റ്റഡിയിലെടുത്തു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സൂരജ് സജി വിവരങ്ങൾ നൽകും. തൃശ്ശൂരിൽ നിന്ന് സൂരജ്, ഇതെപ്പോഴായിരുന്നു സംഭവിച്ചത്? ഈ കസ്റ്റഡിയിലുള്ളവർ എന്താണ് അതിൽ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി അല്ലെങ്കിൽ വിശദീകരണം? വിജയകുമാർ, ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ ശ്രീമൂലസ്ഥാനത്തേക്ക് വാഹനം ഇടിച്ചു കയറ്റിയത്. ഈ വാഹനങ്ങൾ കയറാതിരിക്കുന്നതിന് വേണ്ടി അവിടെ പ്രത്യേക വരമ്പടക്കം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് തകർത്ത് ശ്രീമൂലസ്ഥാനത്തേക്ക് ഈ വാഹനം ഓടിച്ചിറക്കുകയായിരുന്നു. സെക്യൂരിറ്റി ഇവിടെ തടയാൻ ശ്രമിച്ചെങ്കിലും അതിന് തയ്യാറായില്ല, വാഹനം നിർത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ആരോപണമായി ഉയരുന്നത്. പിന്നീട് നാട്ടുകാർ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയ സമയത്ത് ചെമ്പൂക്കാവ് സ്വദേശികളും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ സ്വദേശികളുമായ 3 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അതിൽ ഈ വാഹനം ഓടിച്ചിരുന്നയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഇവരെ പിഴ ചുമത്തിയ ശേഷം വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വം ഈ വിഷയത്തിൽ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ദേവസ്വത്തിന്റെ ഒരു സംരക്ഷിത മേഖലയാണ്. സാധാരണഗതിയിൽ വാഹനങ്ങളൊന്നും കടത്താത്ത മേഖലയിലേക്കാണ് ഇപ്പോൾ ഈ വാഹനം ഓടിച്ചു കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് പരാതി നൽകാനുള്ള ഒരു നീക്കത്തിലാണ് ദേവസ്വം ബോർഡും ഉള്ളത്. പോലീസിനെ സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഈ വാഹനം ഓടിച്ചിരുന്നയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ്. പോലീസ് ഇവരോട് പ്രാഥമികമായി വിവരങ്ങൾ തിരക്കിയപ്പോൾ ഈ വാഹനം ഓടിച്ച ആൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ വാഹനം പോകുന്ന വഴിയാണെന്ന് കരുതി ഓടിച്ചിറക്കിയതാണ് എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന പ്രാഥമിക മൊഴി. വിജയകുമാർ. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ദുബായ് വ്യോമ പ്രദർശനത്തിനിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ സംഭവത്തിൽ വ്യോമസേന അന്വേഷണം തുടങ്ങി. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായി ദുബായ് ഏവിയേഷൻ അധികൃതരുടെ സഹായം തേടി. അപകടത്തിൽ വീരമൃത്യു മരിച്ച വ്യോമസേന പൈലറ്റ് വിംഗ് കമാൻഡർ നമൻ ഷാലിന്റെ മൃതദേഹം ഇന്ന് ഡൽഹിയിലെത്തിക്കും. ദുബായ് എയർ ഷോയ്ക്കിടെ അപകടമുണ്ടായതിന് പിന്നാലെ സംഭവത്തിൽ കോർട്ട് ഓഫ് എൻക്വയറി വ്യോമസേന പ്രഖ്യാപിച്ചിരുന്നു. എയർ മാർഷൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായി ദുബായ് ഏവിയേഷൻ അധികൃതരുടെ സഹായം വ്യോമസേന തേടി. പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള വീഡിയോകൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. ദുബായ് സമയം ഉച്ചയ്ക്ക് 2:10 വ്യോമാഭ്യാസത്തിനിടെയാണ് അപകടമുണ്ടായത്. നെഗറ്റീവ് G അഭ്യാസം പൂർത്തിയാക്കി
മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. അപകടത്തിൽ വീരമൃത്യു വരിച്ച വ്യോമസേന പൈലറ്റ് വിംഗ് കമാൻഡർ നമൻ സ്യാലിന്റെ മൃതദേഹം ഉടൻ ഡൽഹിയിലേക്ക് എത്തിക്കും. തുടർന്ന് ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാംഗ്ഡയിലെത്തിച്ച് കുടുംബത്തിന് കൈമാറും. കൊൽക്കത്തയിൽ പരിശീലനത്തിലായിരുന്ന ഭാര്യ വിംഗ് കമാൻഡർ അഫ്സാനയടക്കമുള്ള കുടുംബാംഗങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചു. 24 ഡൽഹി. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തു. പലരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി അന്വേഷണ സംഘം. സ്ഫോടനത്തിന് പിന്നാലെ പലരുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പെട്ടെന്ന് നിർജ്ജീവമാക്കിയതായി കണ്ടെത്തി. ധൗജ്, സൂരജ് കുണ്ട് പ്രദേശങ്ങളിൽ വ്യാപക പരിശോധനയുമായി ഫരീദാബാദ് പോലീസ് ഇന്നും രംഗത്തുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിലെ NIA അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇതുവരെ ചോദ്യം ചെയ്ത പലരുടെയും മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുള്ളതായി കണ്ടെത്തി. സ്ഫോടനത്തിന് പിന്നാലെ സംശയനിഴലിലുള്ളവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പെട്ടെന്ന് നിർജ്ജീവമാക്കി. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഫോൺ കോൾ രേഖകൾ, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള സംഭാഷണം ഉൾപ്പെടെ പരിശോധിച്ചു വരുന്നതായാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. 2 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകളുള്ള നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി മരവിപ്പിച്ചിട്ടുണ്ട്. അൽഫലാഖ് സർവകലാശാല മറയാക്കി പ്രവർത്തിച്ചിരുന്ന ഭീകരവാദ ശൃംഖലയിലെ കണ്ണികളെ കണ്ടെത്തുക എന്ന ദൗത്യവും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇന്ന് പുലർച്ചെ ദൗജ്, പല്ല, സരായ് ഖ്വാജ, സൂരജ് കുണ്ട് പ്രദേശങ്ങളിൽ ഫരീദാബാദ് പോലീസ് വ്യാപക പരിശോധന നടത്തി. വാടക വീടുകൾ, വാഹന ഡീലർമാർ, സിം കാർഡ് വിൽപ്പനക്കാർ, ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ചെങ്കോട്ട സ്ഫോടനത്തെ ജമ്മു കശ്മീർ മെഡിക്കൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ശക്തമായി അപലപിച്ചു. 24 ഡൽഹി. PM ശ്രീ വിവാദത്തിലെ മുന്നണി തർക്കം അവസാനിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. CPM പോളിറ്റ് ബ്യൂറോയിൽ PM ശ്രീ വേണ്ട എന്ന് തീരുമാനിച്ചു. ഏത് വിഷയത്തിലും PB തീരുമാനം അവസാന വാക്കെന്നും ശിവൻകുട്ടി പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ ആണല്ലോ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് വേർഡ് പറയേണ്ടത്. പ്രത്യേകിച്ച് ആശയപരമായുള്ള പ്രശ്നങ്ങളിലും താത്വികപരമായ പ്രശ്നങ്ങളിലും ലാസ്റ്റ് വേർഡ് പറയേണ്ടത് പോളിറ്റ് ബ്യൂറോയാണ്. പോളിറ്റ് ബ്യൂറോ ഏത് വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം, PM ശ്രീ എന്ന് മാത്രമല്ല ഏത് വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പോളിറ്റ് ബ്യൂറോ പറയുന്ന അഭിപ്രായം തന്നെയാണ് അവസാനത്തെ വാക്ക്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. മന്ത്രി വി ശിവൻകുട്ടിയുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് വൈകിട്ട് 5-ന് 24-ൽ കാണും. തത്വം കൊണ്ട് വിശപ്പ് മാറില്ലല്ലോ. BJP ഭരണരംഗത്ത് നിന്ന് മാറ്റി മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഡൽഹിയിൽ വരണം. പണിക്ക് നടന്നാൽ കിട്ടേണ്ട കാശ് കിട്ടാതെ പോയില്ലേ? കിട്ടാതെ പോയി കഴിഞ്ഞാൽ ആർക്കാണ് ആ കാശ് നഷ്ടപ്പെടുന്നത്? പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുകയാണ് വേണ്ട. പിന്നീട് അതിലൊരു പുനരാലോചനയുടെ ഇട പോലും ഇല്ലല്ലോ. പോളിറ്റ് ബ്യൂറോ പറയുന്ന അഭിപ്രായം തന്നെയാണ് അവസാനത്തെ വാക്ക്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ 340.81 കോടി രൂപ നമുക്ക് അനുവദിക്കാതിരിക്കുന്ന ഘട്ടമുണ്ടായാൽ നമ്മൾ കേരളം കോടതിയെ സമീപിക്കും, സർക്കാർ കോടതിയെ സമീപിക്കും. അതെ, സർക്കാർ കോടതിയെ സമീപിക്കും. PM ശ്രീ വിവാദത്തിൽ മറുപടിയുമായി വി ശിവൻകുട്ടി. ഫോർ ദ പീപ്പിൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് 24-ൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.